അസ്സലാമലൈക്കും മക്കളെ, സുഖമല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ മക്കളെ. ഞാൻ ഇന്ന് പുട്ടും ഒരു ബീഫ് കറിയും ആക്കാൻ വേണ്ടി പോകുന്നു. ചായ എല്ലാവരും ക്ഷമിക്കണേ. ഒന്ന് വാക്കി തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കറിയാക്കണം. സ്കൂൾ കൊണ്ടാക്കണം. സ്കൂൾ കുറച്ച് റോഡിൻ്റെ അടുത്തേക്ക് വരുന്ന പാട്ട് കൊണ്ടാക്കണം. നമ്മളെ റെഡിയായി. നല്ല ചൂട് പുട്ട്. പിന്നെ ബീഫ് കൂട്ടാൻ വെക്കണത്രേ. ബീഫ് കൂട്ടാൻ വെച്ചിട്ടായാലേ ഇപ്പോൾ പണി ഒരുങ്ങാൻ്റെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മക്കളെ. പിന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഇറച്ചി കൂട്ടാൻ വെക്കട്ടെ. ഇറച്ചി കൂട്ടാൻ വെക്കാൻ വേണ്ടിയില്ല, എണ്ണ ഒഴിക്കുന്നു, ഒഴിവാക്കണം. തക്കാളിയിട്ട് നല്ല ഇത് വാഴണ്ട്. വാടിക്കഴിച്ച് നമുക്ക് എല്ലാം ഇടാം. മുളക് പൊടി, ഉള്ളിയെല്ലാം അങ്ങനെ വാടി മക്കളെ. ഉള്ളിയെല്ലാം വാടി പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം. 3 സ്പൂൺ മുളക് പൊടി ഇടാം. 2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല വാട്ടം. ായി മക്കളെ, വീട്ടലായി വീട്ടിട്ട് മക്കളെ. ബീഫ് ഇവിടെ റെഡിയാകുന്നുണ്ട്. ഞാൻ എൻ്റെ മോളെ സ്കൂളിലേക്ക് കൊണ്ടാക്കി ബാഗിലേക്ക് കയറ്റിയിട്ട് വരും. മോള് സ്കൂളിലേക്ക് പോയി. ഇപ്പം ബീഫ് റെഡിയായോന്ന് നമുക്ക് നോക്കാം. ബീഫ് റെഡിയായോന്ന് നോക്കാം. നല്ല വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഇപ്പം ബീഫ് കൂട്ടില്ല, ചെറുപയർ കറിയാ പുട്ടിന് കൊടുത്ത്. ഇപ്പം എരിവായോണ്ട് ബീഫ് റെഡിയായി. പിന്നെ ബീഫ് തിന്നുമ്പോൾ പുട്ടും ബീഫും കാലിന് കടി. പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുട്ട് ലഡ്ഡി പോയി. ബീഫ് ചൂടിലെ കട്ടൻ ചായ. മക്കൾക്ക് വേണ വാ, പുട്ടും ബീഫും കഴിക്കാനാ വാ. അത് രസമില്ല. പുട്ടും ബീഫും കഴിക്കട്ടെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം. വാ കഴിക്കാലോ. അസ്സലാമലൈക്കും. ഇനി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നമ്മളത് വെച്ചെങ്കിൽ നാളെ നമുക്ക് വീഡിയോ ഉണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്.